നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും ദൂരം കൂടുതലുള്ള അമ്പലം എന്ന് പറയുന്നത് വരദരാജ പെരുമാളിൻ്റെ അമ്പലമാണ്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അവിടേക്ക് നമുക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ബസ് തന്നെ പിടിക്കണം. പിന്നെ അത് മാത്രം 12 വരെ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 4 മണിക്ക് തുറക്കുന്നത്. നമുക്ക് റിട്ടേൺ ട്രെയിന് 5:50 ആയതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പോയി തിരിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. ഇതാണ് ആക്ച്വലി കാഞ്ചീപുരം സെൻറ്റർ കേട്ടോ. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കാഞ്ചീപുരം എന്ന് പറയുന്ന കറക്റ്റ് ഇത് ഇവിടെ കാണാം. നമുക്ക് ഒരു ഷെയർ ഓട്ടോ കിട്ടിയിട്ടാണ് കറക്റ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ, കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ തന്നെ നമുക്കൊരു ഷെയർ ഓട്ടോ കിട്ടി. ഇവിടെ നിന്ന് 4.5 കിലോമീറ്റർ വരദരാജ പെരുമാളിൻ്റെ അമ്പലത്തേക്ക് 20 രൂപയുള്ളൂ ഒരാൾക്ക്. വണ്ടിയിൽ ഇപ്പോൾ 5-6 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് 20 രൂപ നമുക്ക് അതുവരെ പോവാം. എല്ലാ അമ്പലങ്ങളും മറ്റേ ടൈം റിനോവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാവരുടെയും പെയിൻറ്റിങ്. വരദരാജ പെരുമാളിൻ്റെ ഗോപുരം കേട്ടോ. ഇതിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വന്ന് ചെരുപ്പവിടെ വെച്ച് കയറുന്നേ ഉള്ളൂ. ഉള്ളിൽ പോയി നോക്കാം. ഉള്ളിൽ പോയി വീടെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്, നോക്കട്ടെ. കയറി വന്നത് ഒരു 4 കാലിലൊരു ഗോപുരം. അതിൻ്റെ പുറകിൽ നമുക്കൊരു തഞ്ചാവൂരിൻ്റെ ആ ഒരു ഫീൽ അടിക്കുന്നുണ്ട് കേട്ടോ. ബൃഹദേശ്വരയുടെ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് അവിടെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഫോട്ടോ വീഡിയോ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, വാട്ടർ ബോട്ടിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. നന്നായിട്ടുണ്ട്. മെയിൻ എൻട്രിയിൽ നിന്ന് കുറച്ച് വരുമ്പോൾ തന്നെ എല്ലാ അമ്പലങ്ങളിലും നമ്മൾ കണ്ട പോലെ തന്നെ കുളം കാണുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നല്ല മഴയുള്ളതുകൊണ്ടായിരിക്കും നല്ല വെള്ളവും കാണുന്നുണ്ട്. ചെന്നൈ ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല മഴയുണ്ടല്ലോ. 12 മണിക്ക് നട അടയ്ക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 11:30 അടയ്ക്കുന്നതൊക്കെ അറിയുന്നത്. നമ്മളെന്തായാലും 11:15 എത്തിയിട്ടുണ്ട്. എന്തായാലും ഉള്ളിൽ പോവാം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. പക്ഷേ എന്ത് രസമാണ് എടുത്ത ആർക്കിടെക്ചർ നോക്കി. 10-ാം നൂറ്റാണ്ടിലെ 9-ാം നൂറ്റാണ്ടിലെ എങ്ങാണ്ട് ചെയ്തിട്ടുള്ളതാണ്. കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ളത്. ദ്രാവിഡ കൾച്ചർ ഓഫ് ആർക്കിടെക്ചർ. നമ്മുടെ മധുരയിൽ 1000 കാൽ മണ്ഡപം ഉള്ളതുപോലെ ഇവിടെ 100 കാൽ മണ്ഡപം. അങ്ങനെ കഷ്ടപ്പാടിനോട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടാ. എൻ്റെ അമ്മോ, നമ്മൾ തിരുപ്പതിയിൽ കാണുന്ന പോലെ തന്നെ വരദരാജ പെരുമാൾ. ഇത്ര നേരം ക്യൂ ആയിരുന്നു. 1.25 മണിക്കൂർ വന്നു. നമുക്കത് പ്രസാദം കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോവാം. നമുക്ക് പ്രസാദം കിട്ടിയില്ല ഗായ്സ്. 75 പേർക്ക് ഒരു ദിവസം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് 2 പേർ കൂടി ഉള്ളൂ എന്ന് പറഞ്ഞു. അത് 5 പേര് കയറിപ്പോയി. അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. ഓക്കെ, നമുക്ക് പുറത്ത് നയിക്കാം. എന്തായാലും വരദരാജ പെരുമാളിൻ്റെ അടുത്ത് ടാറ്റ പറയാം. ഓക്കെ, കാഞ്ചീപുരം ബസ് സ്റ്റാൻഡ്. നമ്മൾ ശരിക്കും മറ്റേ നമ്മുടെ വരദരാജൻ്റെ അമ്പലത്തിൽ നിന്ന് നേരെ വന്നിട്ട് ഇവിടെ നിങ്ങൾക്കൊരു പാത്രക്കട കാണാൻ പറ്റും. പെപ്സ് ഡ്രീം മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് നമ്മൾ ശരിക്കും ഒരു വിളക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കയറി. പക്ഷേ അവന്മാർ വില കൂടുതലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന അവിടെ നിന്ന് തൈരസാദവും ഒരു സാമ്പാർ സാദവും കഴിച്ചു. 40 രൂപ കേട്ടോ. ഫ്രണ്ടിൽ തന്നെ പെട്ടികളൊക്കെ ഇതൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. ആ ഒരു ബോക്സിന് 40 ഉള്ളൂ. നന്നായിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിക്ക് ഒരു പുളിച്ചോറും എടുത്തു. അതുകൊണ്ട് നന്നായി. തൊട്ടപ്പുറത്ത് ബിരിയാണിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊന്നും കഴിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അമ്പലങ്ങളൊക്കെ അടഞ്ഞിരിക്കുന്ന സമയമാണ്. 12 ആകുമ്പോൾ അമ്പലങ്ങൾ അടയും. ഇനി 4 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4 മണിയാകുമ്പോൾ വരെ നമുക്ക് റെസ്റ്റാണ്. തൊട്ടടുത്ത് ഇവിടെ എന്താണ് കാഞ്ചി കുടിൽ എന്നൊരു സാധനമുണ്ട്, ഒരു മ്യൂസിയം. ഇത് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഇടയിൽ ബാഗ് മറന്നോട്ടാ, തിരിച്ചു എടുത്തതാ. ഇതാണ് നമ്മൾ പറഞ്ഞ കാഞ്ചി കുടിൽ. ഒരു 130 വർഷം പഴക്കമുള്ളൊരു വീട്. അപ്പോൾ അതിലെ കുറേ സാധനങ്ങളൊക്കെ അവർ അതുപോലെ തന്നെ നിലനിർത്തി പോകുന്നു. കാരണം ഈ വരുന്ന തലമുറയ്ക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ കാഞ്ചി കുടിൽ. നമ്മുടെ കൈലാസനാഥ ടെമ്പിളിൽ നിന്നാണ് ഈ പാട്ട് കേൾക്കണം നോക്കണം കേട്ടോ, തോന്നുന്നു കേട്ടോ. നമ്മുടെ അമ്പലത്തിലെ ലിസ്റ്റിലെ അവസാനത്തെ അമ്പലമാണ്. ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ കോട്ട കഴിയും. കാരണം 3 മണി കഴിഞ്ഞ സമയം. ഇത് കണ്ട് 4 മണിക്ക് അമ്പലം തുറക്കുള്ളൂ, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് 5:30 കണ്ട ട്രെയിൻ. തിരിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തണം. അവിടെയാണോ എന്നറിയില്ല, പോവാ നോക്കാം.
നമ്മുടെ കൈലാസനാഥ ടെമ്പിളിൻ്റെ എൻട്രിയാണ്. അമ്പലം 4 മണിക്കേ തുറക്കുള്ളൂ. കൈലാസനാഥ ടെമ്പിൾ, ഇവിടെയും ശിവനാണ് പ്രധാന ദൈവം. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു വർഷങ്ങളും കുറേ അധികം മുൻപ് പണിതാന്ന് തോന്നുന്നു. കാരണം പല ഭാഗങ്ങളിലും നമുക്ക് അടുത്ത് പോയി നോക്കിയാൽ മനസ്സിലാവുന്നത് നശിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് ഇവരുടേതായിട്ടുള്ള രീതിയിൽ ചിലതൊക്കെ റിനോവേഷൻ പോലെ എന്തൊക്കെയോ ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമുക്ക് തഞ്ചാവൂർ ഭാഗങ്ങളിലൊന്നും അങ്ങനെ കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെ ഉള്ളതിൽ പല അമ്പലങ്ങളിലും, ഇവിടെ ആയിക്കോട്ടെ ഏകാംബരേശ്വറിലായിക്കോട്ടെ, എല്ലാം നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും വലിയ നന്ദി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോഴും അമ്പലം തുറന്നിട്ടില്ല. അമ്പലം 4 മണിക്കേ തുറക്കുള്ളൂ. പക്ഷേ അതിൻ്റെ പുറത്തെല്ലാം നമുക്ക് ഓപ്പണാണ്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, പലതിലും ചെറുതായിട്ട് നശിച്ച് പോയ പോലെയൊക്കെ കാണുന്നുണ്ട്. ഇത് പലതും വേണ്ട രീതിയിൽ ഒരു റീസ്റ്റോറേഷൻ ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അതോ ഇനി കാലപ്പഴക്കം കൊണ്ടാണാവോ. കണ്ടില്ലേ, പല ഇതിലും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു മുഖമൊന്നും അല്ല കാണുന്നത്. പലതും ഇഷ്ടികയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷെ മുകൾ ഭാഗത്തിലൊന്നും അതിൽ വലിയ കേടുപാട് സംഭവിച്ചിട്ടില്ല. ഇനി ആൾക്കാർ കൈവയ്ക്കാൻ പറ്റുന്ന ആ സ്ഥലങ്ങളിലാണോ എന്നും അറിയില്ല. ഇതൊന്നും അത്രയ്ക്ക് ഇതായിട്ടല്ല. ആർക്കിയോളജിക്കൽ സർവേയുടെ അണ്ടറിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് അറിയില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. ആ പാട്ട് ഇവിടെ കൈലാസനാഥ അമ്പലത്തിൽ നിന്നല്ല കേട്ടോ, അത് വേറൊരു തൊട്ടടുത്തുള്ള വേറൊരു അമ്പലത്തിൽ നിന്ന് അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. എനിക്കിതിൽ ഭയങ്കര സങ്കടമായിട്ടോ. ഒരെണ്ണത്തിൻ്റെ കണ്ണുണ്ടെങ്കിൽ ഒന്നിനും മൂക്കില്ല, ഒന്നിന് കൈയില്ല. അത് മാത്രം ഇത്തിരി ഒന്ന് മെയിൻ്റനൻസ് കറക്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായാനെ. ഇത് കണ്ടില്ലേ, കുറച്ച് വിഷമമായി. ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മര്യാദയ്ക്ക് നല്ലപോലെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഉള്ളിലിരിക്കുന്ന പോലെയെങ്കിലും പുറത്തിരുന്നത്. നാല് മണിയായി. അപ്പം അമ്പലത്തിലെ തിരക്ക് വന്നു. പിന്നെ ഇതിലൂടെ ഈ കാണുന്ന ഈ ബ്ലൂ ചേട്ടനുണ്ടല്ലോ, ഹാഫ് സ്ലീവ് ബ്ലൂ ടീ പാൻറ് ആളിവിടുത്തെ ഇവരാണ്. അപ്പോൾ ആൾ പറഞ്ഞാൽ നമ്മളിത് ഈ കാണുന്ന വെള്ള കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വർക്ക് ചെയ്തതാണല്ലേ. ഈ കാണുന്ന വെള്ള കളറൊക്കെ വർക്ക് ചെയ്തതും പിന്നാലെ കാണുന്ന ഈ കരിങ്കല്ല് അത് നാച്ചുറലായിട്ടുള്ളതും. കാരണം ലൈം സ്റ്റോൺ ആയതുകൊണ്ട് അതൊക്കെ പോയി എന്ന് പറയും. മോളുള്ളതൊക്കെ വർക്ക് ചെയ്തതാണ്. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നപ്പോൾ തഞ്ചാവൂരൊക്കെ ഉള്ളത് ആക്ച്വലി ഇതല്ല, ഈ കല്ലല്ല, വേറെ കല്ലാന്ന് തോന്നുന്നു. അത് നാച്ചുറൽ സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. അങ്ങനെ തങ്ങേണ്ടാണ്. ലൈം സ്റ്റോൺ ആക്ച്വലി മഴ നനയുമ്പോൾ അത് പോകുന്നത് കൊണ്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ കാഞ്ചീപുരം ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചു പോകാനായിട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അവസാനത്തെ ട്രിപ്പ് ഒന്നുകൂടി ഒന്ന് രസമാക്കാൻ വേണ്ടി നമ്മൾ അവസാനം നമ്മുടെ അമ്പലത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ നടന്നിട്ടാണ് വന്നത് കേട്ടോ. 5:50 ട്രെയിൻ. നമ്മളൊരു 4:20 നടക്കാൻ 4:30 നടക്കാൻ തുടങ്ങി 5:10 എത്തി. 2.4 കിലോമീറ്റർ. മാപ്പുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ഓക്കെ, വണ്ടി വന്നിട്ടില്ല. അപ്പോൾ ബാക്കി പിന്നെ ബൈ ബൈ.